ജോലി തിരക്കും വീട്ടിലെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ്. ട്രിവാൻഡ്രത്തുള്ള പൂവാറിലുള്ള ബ്യൂട്ടിഫുൾ റിസോർട്ടിലോട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. ഞങ്ങളൊരു 11-11:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ചു പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് റിസോർട്ടിലോട്ട് പോകാമെന്ന്. ഇത് കണ്ടു, ഒരു സ്റ്റാൻഡിൽ 2 ഫാൻ. ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഫാൻ കാണുന്നത്. അവിടെ നിന്ന് ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ച് ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് വിട്ടു. ഞങ്ങൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള പൂവാറിലുള്ള ഐസോല ഡി കൊക്കോ റിസോർട്ടിലോട്ടാണ് ഇനി ഞങ്ങളുടെ യാത്ര. ട്രിവാൻഡ്രത്താണ് ഞാൻ താമസിക്കുന്നതെങ്കിലും പൂവാറിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സാധാരണ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് എവിടെ പോയാലും യാത്ര പോകുന്നത്. ഇതിപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേര് മാത്രമായിട്ടൊരു യാത്ര. ദാ ഈ കാണുന്ന ബ്രിഡ്ജ് കയറി ഇറങ്ങിയാൽ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലോട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ഇപ്രാവശ്യം കറക്റ്റ് സമയത്ത് തന്നെ റിസോർട്ടിലെത്തി കേട്ടോ. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എത്തി. സാധാരണ അങ്ങനെയല്ല. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് റിസോർട്ടിൽ തന്നെ. ഇപ്രാവശ്യം കറക്റ്റ് സമയത്തിനെത്തി. ഇതാണ് ഐസോല ഡി കൊക്കോ റിസോർട്ടിൻ്റെ എൻട്രൻസ്. പഴയ ഒരു തറവാടിൻ്റെ മോഡലാണ് കേട്ടോ റിസപ്ഷൻ ഏരിയ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചുറ്റിനും പൂക്കളും പഴയ തറവാട് ടച്ചുള്ള കോട്ടേജസും എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് നേരെ റൂമിലോട്ട്. പൂളിൻ്റെ അടുത്തുള്ള റൂമാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ബാക്കി എല്ലാ റൂമും നേരത്തെ ഫില്ലായി. റൂം അത്യാവശ്യം വലിപ്പവും സൗകര്യവും നീറ്റായിട്ടൊക്കെയുള്ള റൂമാണ് കേട്ടോ കിട്ടിയത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയും ഉണ്ട്. ഇവിടോട്ട് ഇറങ്ങുമ്പോൾ അത്ര ചൂടൊന്നും തോന്നില്ല കേട്ടോ. മരങ്ങൾ ചുറ്റും ഉള്ളതുകൊണ്ടായിരിക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സൈഡും പൂൾ സൈഡും ഒക്കെ ഇതാ ആ കാണുന്നതാണ് കേട്ടോ. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ ബെഡ് കൂടി പറഞ്ഞായിരുന്നേ. പക്ഷെ എൻ്റെ ആവശ്യം വന്നില്ല. ഈ ഒരു ബെഡിൽ തന്നെ 3 പേർക്ക് നല്ലപോലെ കിടന്നുറങ്ങാൻ പറ്റും. നല്ല നീറ്റായിട്ടുള്ള ബാത്റൂമും കിട്ടി. അതാണല്ലോ പ്രധാനം. നല്ല ചൂടായതുകൊണ്ട് ഒരു 3 ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു 4:30 ആയപ്പോഴത്തേക്കും പൂളിൽ ചാടാനായിട്ട് ഞങ്ങൾ റെഡിയായി. ഈ വെയിലൊന്ന് താഴണമല്ലോ. അച്ഛനും മോനും സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൂള് ലക്ഷ്യം വെച്ചിട്ടുള്ള നടത്തമാണ്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആളങ്ങോട്ട് കൂടി. പൂൾ സൈഡിൽ നിന്നുകൊണ്ടുള്ള ഒരു ഈവനിങ് വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ. ഇതെല്ലാം റിസോർട്ടിൻ്റെ തന്നെ ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ട കുറച്ച് കഴിയുമ്പോൾ കാണാം പൂളിൻ്റെ സൈഡിൽ കാണാം. അത് കണ്ടോ, ദൂരെ ഒട്ടകം നടന്നു പോകുന്നേ. അപ്പുറത്ത് കടലും ഇപ്പുറത്ത് കായലുമാണേ. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ റിസോർട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നടന്നു കാണാൻ. കണ്ടില്ലേ, പൂൾ ഏരിയ വരെ എത്ര വിശാലമായിട്ടാണ് കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലെ റെയിൻ ഡാൻസ് ഉണ്ട് കേട്ടോ. ആ സമയം അവർ പാട്ടിടും. അന്നേരം പൂളിൽ നിന്ന് എല്ലാവരും വന്ന് ഡാൻസ് കളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ താഴെ കണ്ട ആളുകൾ അതാ ഇപ്പോൾ കുടുങ്ങി കുടുങ്ങി പോന്നെ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കളിയെല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. പൂളിൻ്റെ അടുത്ത് തന്നെ കേട്ടോ റെസ്റ്റോറൻറ്റും. ഫുഡ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം വെറൈറ്റി സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെജിറ്റേറിയനിൽ ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ. സാധാരണ വെജിറ്റേറിയനിൽ ഇത്ര കറികൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഒരുപാട് വെറൈറ്റി കറികളായിരുന്നു വെജിറ്റേറിയൻ സൈഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞു സമോസ ഉണ്ടായിരുന്നു, പാസ്ത ഉണ്ടായിരുന്നു, പല ടൈപ്പ് സാലഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞണ്ട് കറിയും ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഡെസേർട്ട് ഐറ്റം ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പൂൾ സൈഡ് നോക്കിക്കേ, ഒരനക്കം ഇല്ലാതെ വെള്ളം ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇപ്പം കണ്ടിട്ട് ചാടാൻ തോന്നുന്നു. പക്ഷെ അവർ സമ്മതിക്കത്തില്ല, അതിന് സമയമുണ്ട്. നേരെ റൂമിൽ പോയി കിടക്കാതെ റിസോർട്ട് മൊത്തത്തിൽ നിന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് എഴുതി ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് കണ്ടു. ഈ റിസോർട്ടിൽ ആയുർവേദിക് മസാജും സ്പായും ഒക്കെ കിട്ടും കേട്ടോ. ഇതെല്ലാം ഓരോ റൂമാണേ. ഒരു പഴയ തറവാട് ടച്ച് ഉണ്ട് എല്ലാത്തിനും. അങ്ങനെ നടന്ന് ഞങ്ങൾ റിസപ്ഷൻ ഏരിയ എത്തി. അവിടെയും നല്ല രസമായിരുന്നു കാണാൻ രാത്രി, പ്രത്യേകിച്ച് ലൈറ്റ് ഇട്ടപ്പം. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് റൂമിലോട്ട്. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നേ. ആക്ച്വലി ഞങ്ങൾ രാവിലെ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഉണർന്നത് തന്നെ. രാവിലെ തന്നെ ഓട്സ്, ഇഡലി, പൂരിക്ക് വേണ്ട പൂരി ബാജി, പിന്നെ പുട്ടും കടലയും ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് രാവിലെ ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ എല്ലാ സ്ഥലം കൊണ്ടൊന്ന് കറങ്ങി കിടന്നു. ഇവിടെ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ബോട്ടിംഗ് സർവീസും ഉണ്ട്. അവരോട് പറഞ്ഞാൽ നമുക്കതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് അവർ തന്നെ ചെയ്തു തരും. അവിടുന്ന് തന്നെ ബാറ്റും ബോളും വാങ്ങിച്ച് അച്ഛനും മോനും കളിയും അങ്ങ് തുടങ്ങി. കുട്ടികൾക്കും വലിയവർക്കും കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഊഞ്ഞാല് കേട്ടോ. പിന്നെ ഊഞ്ഞാലല്ലേ, ഇവിടുന്ന് എങ്ങനെ. ഞാനും ചാടി കയറിയിരുന്ന് കുറച്ച് നേരം ആടി. പിന്നെ ഞാൻ കുഞ്ഞിനെ ഊഞ്ഞാല് നല്ല സ്പീഡിൽ ആടിയ കാര്യങ്ങളും കഥകളും എല്ലാം മോൻ്റെ അടുത്ത് തട്ടി വിട്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു.
അല്ല, വർഷത്തിൽ 365 ദിവസവും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് വേണ്ട ഒരു ബ്രേക്ക്. ആ ഒരു ബ്രേക്ക് വേറെ ആരും നമുക്ക് കൊണ്ടുവന്ന് തരത്തില്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മതി, വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാതെയും ടെൻഷൻ അടിക്കാതെയും റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ദിവസം. അങ്ങനെ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് റിസപ്ഷനിലോട്ട് പോവാം. വരുമ്പോൾ ഉണ്ടായിരുന്നുള്ള സന്തോഷം പോകുമ്പോൾ ഇല്ല എന്നതാണ് സത്യം. എനിക്ക് റിസോർട്ടും ചുറ്റുപാടും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേയധികം നടന്ന് കാണാനും നല്ല ഫുഡും എല്ലാം ആയിരുന്നു. അങ്ങനെ അവിടുത്തെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് നേരെ ഞങ്ങളിനി വീട്ടിലോട്ട്. ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്, നമ്മുടെ ട്രിപ്പ് തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ചെറിയൊരു വിഷമം. എന്നാലും സാരമില്ല, ഈ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഇവിടെ വന്ന ഒരു ദിവസം ഇതുപോലെ ഇനിയും നിൽക്കണമെന്ന് ഞങ്ങൾ അപ്പം തന്നെ മനസ്സിൽ കരുതിയിട്ട് മുന്നോട്ട് പോയി. അവിടം പറഞ്ഞ തന്നൊരു ഐഡിയ ആണേ. നമ്മൾ ഈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കത്തില്ലേ, അയ്യോ തീർന്നു പോയല്ലോ എന്നുള്ളൊരു ചിന്ത. അന്നേരം ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത എവിടെ പോകാം, ഇനി എന്ന് ഒത്തുകൂടാം എന്നൊക്കെ അപ്പം തന്നെ ചിന്തിച്ച് ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് ആ വിഷമം കുറച്ചൊന്ന് കുറയും. ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് മനസ്സിൽ വരും, ഇനിയും കാണാലോ ഇനിയും കൂടാലോ എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം. ബായ്.